संस्थितं येन नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामख्यं ददाति सपत्तान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहन रघुनाथानितं तं सजीवं साद्वैतं सावधूतं पर्यंसहितं श्री तथा कृष्णपाठान् सहनललिता श्रीविशाखानितांश्चाम्। हे कृष्ण करुणा सिंधो दीनबंधु जगतपते गोपेश गोपिकांत राधा कांत नमोस्तुते। सप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यो च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय जयो श्री चैतन्य जय नित्यानंद श्री अद्वैत गौरचंद्र ഗൗരഭക്തവൃന്ദ. എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം അധ്യായം ആദിലീല അധ്യായം 14 ശ്ലോകം 61 മുതൽ നമ്മൾ നോക്കുകയാണ്. ഇന്നലെ നമ്മൾ 60 വരെ നോക്കി എന്ന് തോന്നുന്നു. ഭഗവാന്റെ ചെറിയൊരു ലീല, കൃഷ്ണൻ ഗോപിമാരോട് കാണിച്ച അതേ ലീല ഇവിടെ മഹാപ്രഭു ഇവിടെ കാണിക്കണം. കാരണം അദ്ദേഹം ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം ലീലകൾ കാണിക്കുന്നത്. ശ്ലോകം 61. ए माता चापल्य सभा लोकेरा देखाया दुख कारो माने नाहे सपे सुഖ पाया. ഏയ് മത ഇപ്രകാരം ചാപല്യ കൗശലമുള്ള പെരുമാറ്റം, സഭ ലോക്കേറ സാമാന്യ ജനങ്ങളോടെല്ലാം ദേഖായ പ്രദർശിപ്പിച്ചു, ദുഃഖം കറോ നിരാശ മനെ മനസ്സിൽ നഹേ ഇല്ല, സഭയെ എല്ലാവരും സുഖ സന്തോഷം പായ ആസ്വദിച്ചു. വിവർത്തനം പെൺകുട്ടികളോടുള്ള മഹാപ്രഭുവിന്റെ കൗശലം നിറഞ്ഞ പെരുമാറ്റം കേട്ടറിഞ്ഞ സാധാരണ ജനങ്ങൾ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായില്ല, അവരതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ വൃന്ദാവനത്തിൽ ഗോപികമാരോട് ഒത്ത് കാണിച്ച അതേ ലീലകൾ ഇവിടെ ചെയ്തു. അന്ന് ഭഗവാന്റെ ഈ ബാലലീലകളെ കണ്ട് തെറ്റിദ്ധരിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണനായത് കാരണം അദ്ദേഹം ചെയ്ത ആ ബാലലീലകളൊക്കെ ആ ഒരു ബാലകന്റെ കുസൃതികളായിട്ടും ഒക്കെ അവരതിനെ ആസ്വദിക്കുകയാണ് ചെയ്തത്, സന്തോഷിക്കുകയാണ് ചെയ്തത്. ഏകദിന വല്ലഭാചാര്യ കന്യാ ലക്ഷ്മി നാമ ദേവത പൂജിതേ ഐല കാരി ഗംഗാ സ്നാനം. ഏകദിന ഒരു ദിവസം വല്ലഭാചാര്യ കന്യ വല്ലഭാചാര്യന്റെ പുത്രി ലക്ഷ്മി നാമമുള്ള ദേവത ദേവന്മാർ പൂജിതേ പൂജിക്കുന്നതിന് ആയില വന്നു, ഖരി എടുക്കുക, ഗംഗാ സ്നാന ഗംഗയിൽ കുളിക്കുക. വിവർത്തനം ഒരു ദിവസം വല്ലഭാചാര്യന്റെ പുത്രിയായ ലക്ഷ്മി സ്നാനം ചെയ്യുന്നതിനും ദേവോപാസനയ്ക്കുമായി ഗംഗാതീരത്തേക്ക് വന്നു. ഭാവാർത്ഥം പ്രഭുപാദിപ്പിച്ച ലക്ഷ്മി പണ്ട് ശ്രീരാമചന്ദ്ര പത്നിയായ ജാനകിയും ദ്വാരകയിൽ കൃഷ്ണഭഗവാന്റെ പത്നിയായ രുക്മിണിയുമായിരുന്നു എന്ന് ഗൗര ഗണേശ ദീപിക പറയുന്നു. അതേ ഐശ്വര്യദേവത ചൈതന്യ മഹാപ്രഭുവിന്റെ പത്നിയാകാൻ ലക്ഷ്മിയായി അവതരിച്ചു. അപ്പൊ ലക്ഷ്മിപ്രിയ ദേവി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യ ഭാര്യ സാക്ഷാൽ ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി ദേവി അതേ ലക്ഷ്മി ദേവി തന്നെയാണ് രുക്മിണി ദേവിയായിട്ട് ദ്വാരകയിൽ ഭഗവാന്റെ പത്നിയായിട്ട് പട്ടമഹിഷിയായിട്ട് അവിടെ അവതരിച്ചത്, പ്രഥമ പത്നിയായിട്ട് അല്ലെ. ഇതേ ലക്ഷ്മി തന്നെയാണ് ശ്രീരാമചന്ദ്രമൂർത്തി അല്ലെ, ഭഗവാൻ ശ്രീരാമനായിട്ട് ദാശരഥിയായിട്ട് വന്നപ്പോ അദ്ദേഹത്തിന്റെ പത്നിയായിട്ട് വന്ന അതേ ജാനകി, അതായത് വൈദേഹി സീതാമാത തന്നെയാണ്. അപ്പൊ അതേ സീതാമാതയും അതേ രുക്മിണി ദേവിയും അതേ ലക്ഷ്മി തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ ദേവി എന്ന് പറയാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഗൗരഗണേശ ദീപികയില് കവി കർണപുര എഴുതിയ ശിവാനന്ദ സേനയുടെ പുത്രനായിട്ടുള്ള കവി കർണപുര എഴുതിയിട്ടുള്ള ഗൗരഗണേശ ദീപികയില് ഈ എല്ലാ ചൈതന്യ ലീലയിലും വന്ന വ്യക്തികളുടെ പൂർവ ജന്മം അല്ലെങ്കിൽ അവരുടെ മുന്നത്തെ ആരായിരുന്നു എന്നുള്ളത് അവിടെ പറയുന്നു.
देखी प्रभुरा हाइला माना लक्ष्मी चित्ते प्रीता पाइला प्रभुरा दर्शन താന്റെ ദേഹി അവളെ കണ്ടിട്ട് പ്രഭുവിന് ഇല ഉണ്ടായിരുന്നു. സ അവൾ അഭിലാഷ ആകർഷണം മനസ്സ് ലക്ഷ്മിക്കും ചിത്തെ ഹൃദയത്തിൽ പ്രീത സംതൃപ്തി പായല ഉണ്ടായി. പ്രഭുര ഭഗവാന്റെ ദർശന കൂടിക്കാഴ്ച നിവർത്തനം. ലക്ഷ്മി ദേവിയെ കണ്ട മഹാപ്രഭു അവളോട് ആകർഷണം ഉണ്ടായി. മഹാപ്രഭുവിനെ ദർശിച്ച ലക്ഷ്മിക്കും മനസ്സിൽ അത്യന്തം പ്രീതി അനുഭവപ്പെട്ടു. സാഹജിക പ്രീതി ദംഹര കരില ഉദയ ഭാല്യഭാവ ചന്നതാഭു ഹൈല നിശ്ചയ. സാഹജിക സ്വാഭാവികമായ പ്രീതി സ്നേഹം ദുൽഹാര ഇരുവർക്കും കരില ഉണ്ടായി. ഉദയ ആവിർഭാവം ബാല്യം ഭാവ അച്ഛന്ന വികാരത്തിൽ ആവരണം ചെയ്യപ്പെട്ടു. തബു എന്നിട്ടും ഇല അങ്ങനെ ആയിത്തീർന്നു. നിശ്ചയ ഉറച്ചു വിവർത്തനം. ഇരുവരിലും സഹജമായ പരസ്പര പ്രേമം ഉണർന്നു. അത് ബാല്യവികാരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവർ അന്യോന്യം ആകർഷിതരാണെന്ന് സ്പഷ്ടമായി. ഭാവാർത്ഥം പ്രതിപാദിച്ചു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവും ലക്ഷ്മിദേവിയും ശാശ്വതമായി ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് അവർ പരസ്പരം കാണുമ്പോൾ അവരിലെ ശുദ്ധമായ സ്നേഹമുണർന്നത് തികച്ചും സ്വാഭാവികമാണ്. ആ കൂടിക്കാഴ്ചയുടെ അവർ സ്വാഭാവിക വികാരങ്ങൾ പെട്ടെന്നുണർന്നു. നമ്മൾ ചിന്തിക്കും പോലെ സാധാരണ ഒരു പെൺകുട്ടി ആൺകുട്ടി കൗമാരപ്രായക്കാർ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ഒരു വിചാരങ്ങളല്ല. കാരണം മഹാപ്രഭു ശരിക്കും സാക്ഷാൽ ദിവ്യോത്ത പുരുഷനായിട്ടുള്ള സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം വിഷ്ണുവായിരിക്കുമ്പോൾ അവതരിക്കൊണ്ടിരിക്കുന്ന അതേ ലക്ഷ്മി ദേവി തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ ദേവി. അതുകൊണ്ട് ഇവരുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണമാണ്, അല്ലാതെ നമ്മൾ ഭൗതികമായി ചിന്തിക്കുന്ന തരത്തിലുള്ളതല്ല. ഉല്ലാസ ദേവ പൂജ ചാലേ ഗല ദുൽഹേ പരകശ. ദുൻഹാര ഇരുവരും ദേഖി കാണുക. ദുൻഹാര ഇരുവരുടെയും ചിത്തെ മനസ്സുകളിൽ ഹൈല ഉണ്ടായിരുന്നു. ഉല്ലാസ സന്തോഷം. ദേവപൂജ ചലേ മറവിൽ കൈല ഉണ്ടായിരുന്നു. ദുൻഹേ ഇരുവരും പരകാശ പ്രകടനം വിവർത്തനം. അവർ ഇരുവരും പരസ്പര ദർശനത്തിന്റെ സ്വാഭാവികമായ ആനന്ദോല്ലാസം അനുഭവിക്കുകയും ദേവാരാധനയുടെ മറവിൽ തങ്ങളുടെ വികാരങ്ങൾ പ്രകടമാക്കുകയും ചെയ്തു. പ്രഭു കഹേ ആമാ പൂജ ആമി മാഹേശ ആമാ അരെ പൂജില പാപേ അഭിപ്സിതവര. പ്രഭു പറഞ്ഞു, ആമാ പൂജ എന്നെ മാത്രം പൂജിക്കുക. അത് ഞാൻ ആകുന്നു. മഹേശ്വര പരമോന്നതനായ ഭഗവാൻ. അമാരെ എനിക്കായി പൂജ ചെയ്യുന്ന പക്ഷം പാപേ നിനക്ക് ലഭിക്കും അഭീഷ്ട ആഗ്രഹിച്ച ഭര അനുഗ്രഹം വിവർത്തനം. ഞാനാണ് പരമോന്നതനായ ഭഗവാൻ. എന്നെ പൂജിച്ചാൽ തീർച്ചയായും നീ ആഗ്രഹിക്കുന്ന വരം ലഭിക്കും. ഭവാർത്ഥം. ഭഗവാൻ കൃഷ്ണൻ സ്വയം പ്രഖ്യാപിച്ച തത്വശാസ്ത്രം തന്നെയാണിത്, അല്ലെ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ദ്വാ സർവപാപേഭ്യോ മാക്ഷേക്ഷാമാശ. അപ്പം അവിടെ ഭഗവാൻ വ്യംഗ്യമായി പറയാണ്, കൃഷ്ണൻ പറഞ്ഞ അതേ കാര്യം, അല്ലെ? ഞാനാണ് ഈശ്വരൻ, എന്നെ മാത്രം പൂജിക്കുക, അല്ലെ? എല്ലാ ധർമ്മങ്ങളും, പലതരത്തിലുള്ള ധർമ്മങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, പതിധർമ്മം, പുത്രധർമ്മം, രാജധർമ്മം, ജാതിധർമ്മം, വർണ്ണധർമ്മം, ആശ്രമധർമ്മം, ഇതൊക്കെ ഉപരിയായിട്ടൊരു ധർമ്മമുണ്ട്. അതാണ് വാസുദേവ ധർമ്മം, അല്ലെ? ഭഗവാനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തിന് സേവ ചെയ്യുക എന്നുള്ള ഒരു പരമധർമ്മം, അല്ലെ? സർവ്വധർമ്മങ്ങളും ത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ മോക്ഷേക്ഷാമാശ, നിനക്ക് മോക്ഷം കിട്ടും, നിനക്ക് ദുഃഖിക്കേണ്ടുള്ള അവസ്ഥയും വരുന്നില്ല. മാ ശുച എന്ന് ഭഗവാൻ പറയുന്നു. അതേ കാര്യം ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, പക്ഷെ വേറെ രീതിയിലാണ് പറയുന്നത് മാത്രം. അതിന്റെ അർത്ഥം ഇത് തന്നെയാണ് പ്രഭുപാദ് പറയാണ്. സർവ്വധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. ഭഗവത്ഗീത 18:66. ജനങ്ങൾക്ക് ഇത് മനസ്സിലാകില്ല. അവർ ധാരാളം ദേവന്മാർക്കും മനുഷ്യർക്കും പൂച്ചകൾക്കും നായ്ക്കൾക്കും സ്തുതികൾ അർപ്പിക്കുന്നത് ശീലമാക്കിയിരിക്കുന്നു. പരമോന്നതനായ ഭഗവാനെ ആരാധിക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ അവർ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. ഇതിനെ മായ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ ഒരുവൻ പരമോന്നതനായ ഭഗവാനെ ആരാധിക്കുന്ന പക്ഷം മറ്റാരെയും ആരാധിക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, ഒരു ഗ്രാമത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ
കിണറുകൾ ഉപയോഗിക്കേണ്ടി വരാം. പക്ഷേ നിരന്തരം ജലം പ്രവഹിക്കുന്ന ഒരു നദിയിലേക്ക് ചെന്നാൽ എല്ലാ ആവശ്യങ്ങളും നദിയിലെ ജലം നിറവേറ്റും. ഒരു നദി ഉണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ നിന്ന് കുടിവെള്ളം എടുക്കാം, വസ്ത്രങ്ങൾ കഴുകാം, കുളിക്കാം, മറ്റാവശ്യങ്ങൾ നിർവഹിക്കാം. അങ്ങനെ ആ ജലം അയാളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു. അതുപോലെ പരമദിവ്യത പുരുഷനായ കൃഷ്ണനെ ആരാധിക്കുന്ന പക്ഷം ഒരുവൻ ജീവിതത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നു. കാമേസ്തേർ ഹൃതജ്ഞാന പ്രപദ്യന്തി അന്യദേവതാഹ. ഹൃതജ്ഞാനർ മാത്രമേ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന വിവിധ ദേവന്മാരെ ആരാധിക്കുകയുള്ളൂ. അപ്പം ഭഗവാൻ കൃഷ്ണനായിട്ട് വന്നപ്പോൾ ഭഗവാൻ ദ്വാപരയുഗത്തിൽ പറഞ്ഞതിനാൽ ഇന്ദ്രന്റെ പൂജ മുടക്കി ഈ ദേവിയെ പൂജിക്കാനായിട്ട് ഗോപികമാര് പോകുമ്പോൾ അതും മുടക്കി അല്ലെ. അതേ കാര്യം തന്നെയാണ് ഭഗവാനോട് വീണ്ടും എടുത്തു പറയുന്നത്. മനുഷ്യന്റെ അല്ലെ, മനുഷ്യന്റെ എന്നല്ല എല്ലാ ജീവരാശികളുടെയും സ്വാഭാവികമായിട്ടുള്ള ധർമ്മം എന്താണ്? സ്വാഭാവികമായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ പൊസിഷൻ എന്താണെന്ന് വെച്ചാല് ജീവര സ്വരൂപ കൃഷ്ണയുടെ നിത്യദാസൻ, ഭഗവാന്റെ നിത്യദാസനാണ് ഓരോ ജീവാത്മാവും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ജീവാത്മാക്കൾക്കെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഒരു സേവന മനോഭാവം എപ്പോഴും ഉണ്ട്. അവർക്ക് ആരെങ്കിലും സേവിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ആരെയാണ് യഥാർത്ഥത്തിൽ സേവിക്കണമെന്ന് അറിയാത്ത കൊണ്ട് അവര് ആ ഒരു ത്വര എവിടെയൊക്കെ പ്രകടിപ്പിക്കുന്നു. ബാംഗ്ലൂർ തന്നെ ഇപ്പം എന്ന് രാവിലെ കാണും കുറെ ആൾക്കാർ ഇങ്ങനെ നായ്ക്കളുമായിട്ട് രാവിലെ ഇറങ്ങും. നമ്മൾ വിചാരിക്കും ഈ നായ്ക്കളെ നമ്മളാ കെട്ടിയിട്ടേക്കണം, മനുഷ്യൻ കെട്ടിയിട്ടേക്കാന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴ് ഒരാള് അയാളുടെ വയറ്റിൽ ഈ നായയുടെ ബെൽറ്റ് കെട്ടിയിട്ടേക്കാണ്. അപ്പൊ നായ അയാളെ വലിച്ചോണ്ട് പോവാ. അപ്പൊ രാവിലെ ഞാൻ മിക്കവരും കണ്ടു രാവിലെ അവിടെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് മംഗളാരതിക്ക് അല്ലെങ്കിൽ ജപിക്കാനായിട്ട് പോകുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നായ്ക്കളെയും പിടിച്ചുകൊണ്ട് അവരെങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുന്നത് നായ ഇവരുടെ അടിമയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു അദൃശ്യമായ ഒരു ബന്ധനം കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് നായ്ക്കൾ അവരെയാണ്. അത് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സഹജീവികളോട് അനുഭൂതിയും സഹായവും അല്ലെങ്കിൽ അവരെ എന്താ പറയുക ശുശ്രൂഷിക്കാൻ വേണ്ട എന്ന് തീർത്തും പറയുന്നില്ല. പക്ഷെ നമ്മുടെ പരമമായ ധർമ്മം ആ നാരായണനെ, ആ വാസുദേവനെ ഭജിക്കാനാണ്. അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതം ധന്യമായി. പക്ഷെ അതിലോട്ട് വരുന്നില്ല. ഇതിൽ മാത്രം അങ്ങ് സ്റ്റക്കായി പോവാം. പരമമായ ഭഗവാനെ ആരാധിക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ അവർക്ക് അത് സാധിക്കില്ല. പക്ഷെ ബാക്കിയെല്ലാം അവർ ചെയ്യും. അതൊന്നും ചെയ്യേണ്ട നമ്മളിത് പറയുന്നില്ല, ആരെയും വിലക്കുന്നില്ല. പക്ഷേ ഭഗവാൻ സ്വന്തം പോഷണം കൂടെ നമ്മൾ നോക്കണമല്ലോ അല്ലെ. ശരീരത്തിന് മാത്രം പോഷണം നൽകിയ പോരല്ലോ. ആത്മാവിനും ആനന്ദം കിട്ടുന്ന ശരിയായ ആനന്ദം അല്ലെങ്കിൽ ശാശ്വതമായ ആനന്ദം ലഭിക്കുന്ന മാർഗം കൂടി മനുഷ്യജന്മത്തിൽ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ മനുഷ്യൻ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന മനുഷ്യജന്മമാണ്. അതിന് വേണ്ടതെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പൈലറ്റ് അവിടുന്ന് ഒരു 1-2 റൗണ്ട് അടിച്ചിട്ട് അവിടുന്ന് വിമാനം എടുത്ത് ടേക്ക് ഓഫ് ചെയ്തില്ല. അവിടെ തന്നെ ഒരു 2 മണിക്കൂർ കറങ്ങിക്കൊണ്ട് എന്ത് ചെയ്യും, അതോറിറ്റീസ് പിടിച്ച് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് പറയും ഈ കാർ ഓടിച്ചോ, കാർ ലൈസൻസ് കൊടുത്ത് വിടും, ഈ കാർ ഓടിച്ചോന്ന് പറയും. റോഡിൽ ഇഷ്ടംപോലെ ഓടിച്ചോന്ന് പറയും. അത് എന്താ അവസ്ഥയാണ്? നമ്മൾ അത്യുന്നതമായിട്ടുള്ള നിലവാരത്തിലുള്ളതാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവ് ശരിക്കും ഭഗവാന്റെ അംശമായത് കാരണം പ്രകൃതി എന്ന് പറയുന്ന താഴ്ന്ന നിലവാരത്തിലുള്ള ശക്തിയെക്കാളും ഉയർന്ന നിലവാരത്തിലുള്ള ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ തടസ്സത്തിലുള്ള ഈ അധിവാത്മ. പക്ഷെ നമ്മൾ എപ്പോഴും ഈ എന്താ പറയുക ഈ ഇൻഫീരിയർ ആയിട്ടുള്ള എനർജി ആയിട്ടുള്ള ഈ പ്രകൃതിമേൽ ആധിപത്യം സ്ഥാപിച്ച് അതിനെ അധികാരപ്പെടുത്താൻ, അതിനുപോലെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്ന ലോകത്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും പവർഫുൾ ശക്തിമത്തായിട്ടുള്ള ഒന്നാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവ് തിരിച്ചറിയുന്നില്ല, ചെയ്യേണ്ടുന്ന ധർമ്മം എന്താണ് അത് അനുഷ്ഠിക്കുന്നില്ല. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. ഈ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ദേവതകളെയൊക്കെ ഒരു പൂജിക്കുകയും ചെയ്യും. അടുത്തത് പ്രഭു താൻഡ്ര പൂജ പാന ഹാസിദേല ഗില ശ്ലോക പാടി താൻഡ്ര ഭവ അംഗീകാര കൈല. പ്രഭു മഹാപ്രഭു താൻഡ്ര അവളുടെ പൂജ പാന സ്വീകരിച്ച് ഹാസിതെ പുഞ്ചിരിക്കാൻ ലാഗില ആരംഭിച്ചു. ശ്ലോക പാടി ഒരു ശ്ലോകം ചൊല്ലി. താൻഡ്ര അവളുടെ ഭാവവികാരം അംഗീകാര കൈല സ്വീകരിച്ചു. വിവർത്തനം: ലക്ഷ്മിയാൽ ആരാധിക്കപ്പെട്ട മഹാപ്രഭു മന്ദഹസിച്ചു. അവിടുന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നൊരു ശ്ലോകം ചൊല്ലുകയും അതിലൂടെ ലക്ഷ്മിയുടെ ഭാവവികാരങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 22-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകമാണ്. ഗോപികമാർ ദുർഗാദേവി അഥവാ കാർത്യായനിയെ ആരാധിച്ചു. പക്ഷേ ഭഗവാൻ കൃഷ്ണന് തങ്ങളുടെ ഭർത്താവ് ലഭിക്കണമെന്നായിരുന്നു അവരുടെ അഭിലാഷം. പരമാത്മാവായ കൃഷ്ണൻ ഗോപികമാർക്ക് തന്നോടുള്ള തീവ്രമായ ആഗ്രഹം ബോധ്യമായി. അതിനാൽ അവിടുന്ന് വസ്ത്രാഭരണയിൽ ആസ്വദിച്ചു. യമുനാ നദിയിൽ സ്നാനം ചെയ്യാൻ പോയ ഗോപികമാർ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് കരയിൽ വെച്ചിട്ട് വിവസ്ത്രരായ നദിയിൽ സ്നാനം ചെയ്തു. കൃഷ്ണൻ ഈ അവസരം ഉപയോഗിച്ച് അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച് അവയുമായി ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അവരുടെ വിവസ്ത്രത ദർശിക്കുന്നത് വഴി ആ ഗോപികരുടെ പതിയാകാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് ഈ ലീലയാടിയത്.
ഗോപികമാർ കൃഷ്ണനെ അവരുടെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു. ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിന് മുന്നിൽ മാത്രമേ വിവസ്ത്രയാകാൻ കഴിയൂ എന്നതിനാൽ അവരുടെ ആഗ്രഹം സഫലമാകുന്നതിനായി കൃഷ്ണ ഭഗവാൻ വസ്ത്രാപഹരണ ലീലയിലൂടെ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. ഗോപികമാർക്ക് കൃഷ്ണനിൽ നിന്ന് അവരുടെ വസ്ത്രങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ കൃഷ്ണൻ ഈ ശ്ലോകം ചൊല്ലി. സങ്കൽപ്പോ വിദിത സാധ്യോ ഭവതീനാം മദർച്ചനം മയാ അനുമോദിതോ അസൗ സത്യോ ഭവിതും അർഹതീം. സങ്കല്പ ആഗ്രഹം വിദിത മനസ്സിലാക്കി സ്വാധ്വയ അല്ലയോ പതിവ്രതകളെ ഭവതീനാം നിങ്ങളുടെ മദർച്ചനം എന്നെ ആരാധിച്ചത് മയ എന്നാൽ അനുമോദിത സ്വീകരിച്ചു സ അത് അസോ ആ ഇച്ഛ സത്യ വിജയകരം ഭവിതും അർഹതി അർഹമാണ്. വിവർത്തനം. പ്രിയപ്പെട്ട ഗോപികമാരെ, എന്നെ പതിയായി ലഭിക്കണമെന്ന നിങ്ങളുടെ അഭിലാഷവും അതിനായി നിങ്ങൾ നടത്തിയ ആരാധനയും ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ ഇച്ഛ സഫലമായി ഭവിക്കട്ടെ. എന്തെന്നാൽ ആ ഇച്ഛ സഫലമാകാൻ അർത്ഥമാണ്. ഭവാർത്ഥം ശബറുപാർപ്പിച്ച കൃഷ്ണന്റെ സഖിമാരായ ഗോപികമാർ മിക്കവാറും അവിടുത്തെ പ്രായത്തിലുള്ളവരായിരുന്നു. കൃഷ്ണൻ തങ്ങളുടെ ഭർത്താവാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സ്ത്രീ സഹജമായ ലജ്ജ മൂലം അവർക്ക് ആ ആഗ്രഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവരുടെ വസ്ത്രാഭരണത്തിന് ശേഷം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ അപഹരിച്ചതിന് നിങ്ങൾ എന്റെ മുന്നിൽ വിവസ്ത്രരായി നിന്നിരുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ പത്നിമാരായി സ്വീകരിച്ചു എന്നാണ് ഇതിനർത്ഥം. വിഡ്ഢികളായ തെമ്മാടികൾ ചിലപ്പോൾ ഭഗവാന്റെയും ഗോപികമാരുടെയും ഈ ഒരു ലീലയെ അവർ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. കാരണം ഭഗവാൻ ഈ ലീല ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക ബാലകനായിരുന്നു. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ തെറ്റായിട്ടുള്ള മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ കാമാസക്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം എന്താ പറയാ ഈശ്വരന്റെ അനുഗ്രഹം തന്നെ, ഗുരുവിന്റെയും വൈഷ്ണവയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ഈ എന്താ പറയാ അതീന്ദ്രിയമായ ലീലകളൊക്കെ മനസ്സിലാക്കാൻ വളരെ 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 ഗോപ്യമായിട്ടുള്ളതും ആന്തരിക അർത്ഥങ്ങളുള്ള ഒരുപാട് രഹസ്യ ലീലകളാണ് അതൊക്കെ. ഒരു ഭക്തന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇവിടെ ഭഗവാൻ സ്വയം കൃഷ്ണൻ തന്നെയാണ് എന്ന് ശാസ്ത്ര പ്രമാണങ്ങളുണ്ട്. അല്ലാതെ വെറുതെ ഇപ്പോ സഹജി അല്ലാതെ ഈ ഭഗവാൻ ലീലകൾ രാസലീലയും മറ്റ് ഭഗവാന്റെ വേഷം കെട്ടി ഇങ്ങനെ ഓരോ ലീലകൾ ആടുന്നതും ഒക്കെ അങ്ങനെ ആൾക്കാർ സഹജീകരണം പറയുന്നത്, സഹജീയ അങ്ങനെ ചെയ്യുന്നത് പ്രഭുപാദ് ശക്തമായിട്ട് വിലക്കിയിട്ടുണ്ട്. പ്രഭുപാദ് മാത്രമല്ല, ഭക്തി വിനോദ് ടാക്കൂർ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അറിയാമോ ഈ ഗോപികമാർ ഏത് ശ്ലോകം പറഞ്ഞാണ് ദേവിയെ പ്രാർത്ഥിച്ചതെന്ന് ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ആരുമില്ലേ? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തന്മാരും ഇല്ലേ ഇവിടെ ലൈനില്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെയും കാണുന്നില്ല. ഹരേ കൃഷ്ണ. എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ടാണോ അതോ? ഹരേ കൃഷ്ണ. കൃഷ്ണ. എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമ്പോ മാതാജി എല്ലാവരെയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ തൽക്കാലത്തേക്ക്? ഓരോരുത്തർ ചെയ്താൽ മതിയോ? ഹരേ കൃഷ്ണ പ്രഭു. അറിയാമോ? ശ്ലോകം ആർക്കെങ്കിലും അറിയാമോ? ഹരേ കൃഷ്ണ. മഹാമായ പ്രഭു. ഇന്നലെ വന്ന് ഞാൻ ചോദിച്ചതേ പറഞ്ഞു മനസ്സിലായോ? ഞാൻ മ്യൂട്ട് ചെയ്തോളൂ, ഭയങ്കര ബഹളം. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ തന്നെ പറയാം. അതായിരിക്കും നല്ലത്. മഹായോഗിന്നധീശ്വരി ദേവി പതിം മേ കുരുതേ നമഃ. കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലയോ കാർത്യായനി മഹാമായേ, യോഗികളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമയാവളെ, നന്ദഗോപന്റെ മകൻ
എന്റെ ഭർത്താവായിട്ട് വരണം എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ ആഗ്രഹം അതായിരുന്നു ഗോപികമാരുടെ, അല്ലെ? അപ്പൊ ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ കാമചിന്തകളോ ഒന്നും അല്ല. അത് ആദ്യം മനസ്സിലാവും. അതൊരു ഉത്തമ ഭക്തന് മാത്രമേ, അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തന്റെ ലെവലിൽ എത്തിയവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അല്ലാത്തവർ വെറുതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെയും മഹാപ്രഭു ആ ശ്ലോകം എടുത്തിവിടെ ആ ഒരു സന്ദർഭത്തിന് ആ ഭാഗവത ശ്ലോകം ഉദ്ധരിച്ചാണ് ലക്ഷ്മിപ്രിയ ദേവിയോട് സംസാരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ആഗ്രഹിച്ചത് മറ്റ് ദേവിയെ പൂജിച്ചത് എന്തിനാണ്? ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, സാക്ഷാൽ ഭഗവാന് പതിയായിട്ട്. കാരണം ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒറ്റ പുരുഷനേ ഉള്ളൂ, സാക്ഷാൽ ഭഗവാനാണ്. ബാക്കിയെല്ലാം സ്ത്രീകളാണ്. ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അതാണ് ആദിപുരുഷൻ, പരമദിവ്യോത്ത പുരുഷനായുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഭഗവാൻ അങ്ങനെ സ്ത്രീകളുടെ അങ്ങനെ വ്യവസ്ഥയൊക്കെ അതൊന്നും അല്ല. ഭഗവാനെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഭഗവാൻ ഇതിനെല്ലാം ഉപരിയാണ്. ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നും അല്ല. ഭഗവാന്റെ സൃഷ്ടികളല്ലേ ഇതെല്ലാം. അപ്പൊ ഭഗവാൻ ഇതിൽ പ്രത്യേകിച്ചൊരു മമതയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിലൊരു വികാരമോ ഒന്നും കൊള്ളേണ്ട കാര്യം ഇല്ല ഭഗവാൻ ശരി. അപ്പൊ ഈ ഒരു ശ്ലോകം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതുവരെയാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ കൃഷ്ണൻ ചെയ്ത ലീലകൾ, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് ഉദ്ധരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രമാണങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം കുറച്ച്. ഒന്നാമത്തെ നോക്കാം. സ്ക്രീനിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് പ്രഭു. അപ്പോ ഗരുഡ പുരാണത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തിരുവവതാരത്തെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങളാണ് അല്ലെങ്കിൽ സൂചനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കലേ പ്രഥമ സന്ധ്യായാം ലക്ഷ്മികാന്തോ ഭവിഷ്യതി ദാരുബ്രഹ്മ സമീപസ്ഥം സന്യാസി ഗൗരവിഗ്രഹ. കലേ പ്രഥമ സന്ധ്യായാം ലക്ഷ്മികാന്തോ ഭവിഷ്യതി ദാരുബ്രഹ്മ സമീപസ്ഥ സന്യാസി ഗൗരവിഗ്രഹ. കലിയുഗത്തിന്റെ പ്രഥമ സന്ധ്യയില്, ഓരോ യുഗത്തിന് 4 സന്ധ്യകളുണ്ടല്ലോ. പ്രഥമ സന്ധ്യ അല്ലെ, 4 ഭാഗങ്ങളുടെ വിശേഷം അല്ലെ. പ്രഥമ സന്ധ്യ ഒന്നാം ഭാഗം, ഒന്നാമത്തെ ഭാഗത്തില് അല്ലെ, ഒന്നാം പ്രഥമ സന്ധ്യയില് ഭഗവാൻ കലിയുഗത്തില് കലേ പ്രഥമ സന്ധ്യായാം ലക്ഷ്മികാന്തോ ഭവിഷ്യതി. ആരാണ്? ലക്ഷ്മികാന്തനായിട്ടുള്ള ഭഗവാൻ. രണ്ടർത്ഥം പറയാം. ലക്ഷ്മികാന്തനായിട്ടുള്ള ഭഗവാൻ ഭൂമിയിലും ലക്ഷ്മികാന്തനായിട്ട് ലക്ഷ്മിപ്രിയാദേവിയുടെ ഭർത്താവായിട്ട് അവതരിക്കും. ദാരുബ്രഹ്മ സമീപസ്ഥ. ദാരുബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ദാരുബ്രഹ്മം ജഗന്നാഥൻ ജഗന്നാഥ സ്വാമിയാണ് ദാരുബ്രഹ്മം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ? കാരണം മരത്തിലാണല്ലോ ഭഗവാന്റെ വിഗ്രഹം. ദാരു എന്ന് പറഞ്ഞാലും, ദാരു എന്ന് വെച്ചാൽ മരം അല്ലെ. മരത്തിൽ നിർമ്മിക്ക അല്ലെങ്കിൽ രൂപപ്പെട്ട ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് ദാരുബ്രഹ്മം എന്ന് പറയുന്നത്. ഒരർത്ഥം നോക്കുന്നുണ്ട്, പത്മനാഭസ്വാമിയും ദാരുബ്രഹ്മമായിരുന്നു. എത്ര അറിയാം? കേട്ടിട്ടുണ്ടോ? പത്മനാഭസ്വാമി ദാരുബ്രഹ്മമായിരുന്നു അല്ലയോ? ആയിരുന്നു. എത്ര പേർക്ക് കഥ അറിയാം? ഇൽപ്പമരം കടപുഴകി വീണ് അതിലാണ് ആദ്യ വിഗ്രഹം സ്വയംഭൂവായിട്ട് ഉണ്ടായത്. അപ്പൊ ഇവിടെ ഭഗവാൻ ദാരുബ്രഹ്മമായിരുന്നു. 1686 തീപിടുത്തത്തിന് മുമ്പ് വരെ ഭഗവാനും ദാരുബ്രഹ്മമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 40 കൊല്ലത്തോളം അമ്പലം അടഞ്ഞു കിടന്നു. അതിനുശേഷം വന്ന രാജാവാണ് ബാക്കി പുനരുദ്ധരിച്ച് അമ്പലം ഓപ്പൺ ചെയ്തതൊക്കെ പിന്നീടാണ്. ആ കഥയൊക്കെ അതിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ പാസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ദാരുബ്രഹ്മമായിട്ടുള്ള അപ്പൊ മഹാപ്രഭു തന്റെ ജീവിതത്തിന്റെ കൂടുതൽ ഭാഗം എവിടെയാ ചെലവഴിച്ചത്? ജഗന്നാഥപുരിയിലായിരുന്നു. സന്യാസി ഗൗരവിഗ്രഹ. ഗൗരം എന്ന് വെച്ചാൽ എന്താണ്? ചുട്ടുപഴുത്ത സ്വർണത്തിന്റെ നിറം. അങ്ങനെ സന്യാസി രൂപത്തിൽ ഭഗവാൻ അവിടെ വരും എന്ന് ഇവിടെ ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സൂചന അവിടെ നൽകുകയാണ്. അടുത്തത് ഗരുഡപുരാണം തന്നെയാണ്.
അഹം പൂർണ്ണോ ഭവിഷ്യാമി യുഗസന്ധ്യോ വിശേഷതാഃ മായാപൂരേ നവദ്വീപേ ഭവിഷ്യാമി ശചീസുതാ. അവിടെയും ഗരുഡപുരാണത്തിൽ വീണ്ടും പറയുന്നു, അഹം പൂർണ്ണ, ഭഗവാൻ സ്വയം പറയണം, ഞാൻ അല്ലെ കലിയുഗത്തില് എന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ആത്മീയ ചൈതന്യത്തോടു കൂടി യുഗസന്ധിയില് വിശേഷ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിശേഷ രൂപത്തിൽ അദ്ദേഹം എന്താണ് മായാപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, നവദ്വീപം എന്ന് പറയുന്ന ഒരു ദേശത്ത്, മായാപുരിയില് നവദ്വീപം എന്ന് പറഞ്ഞ പ്രത്യേക സ്ഥലത്ത് ഞാൻ ശചീസുതൻ, അതായത് ശചീദേവിയുടെ പുത്രനായിട്ട് അവതരിക്കുമെന്ന് അവിടെ പറയാണ്. അഹം പൂർണ്ണോ ഭവിഷ്യാമി യുഗസന്ധ്യോ വിശേഷത മായാപൂരേ നവദ്വീപി ഭവിഷ്യാമി ശചീസുത. അടുത്തത് ശ്രീമദ് ഭാഗവതം, എല്ലാവർക്കും അറിയുന്ന ശ്ലോകം തന്നെയാണിത്. കൃഷ്ണവർണം ദിശാകൃഷ്ണം സംഗോപാംഗാസ്ത്രവാർഷതം യജ്ഞേ സങ്കീർത്തനപ്രായഹി യജന്തി സുമേധസ. കലിയുഗത്തില് എന്താ പറയാ, ദിശാകൃഷ്ണം, എന്താ പറയാ, കൃഷ്ണ എന്നുള്ള ശബ്ദം വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് കൃഷ്ണന്റെ നിറമല്ലാത്ത നിറം, അതായത് കൃഷ്ണനിറം എന്ന് പറയുമ്പോൾ ഇതാണ് രാധാറാണിയുടെ നിറത്തോടു കൂടി സ്വന്തം സന്തത സഹചാരികളുമായിട്ട് അല്ലെങ്കിൽ നിത്യപാർഷദന്മാരുമായിട്ട് അദ്ദേഹം ഒരു യജ്ഞം ചെയ്യും. എന്ത് യജ്ഞമാണ്? സങ്കീർത്തന യജ്ഞം. അങ്ങനെയുള്ള മഹാപ്രഭുവിനെ കലിയുഗത്തില് ബുദ്ധിശാലികളായിട്ടുള്ള മനുഷ്യര്, യജന്തി സുമേധസ, ഇന്റലിജന്റ് പേഴ്സൺസ്, അതീവ ബുദ്ധിശാലികളായിട്ടുള്ള വ്യക്തികൾ അങ്ങനെയുള്ള മഹാപ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുകയും അദ്ദേഹത്തിന്റെ വഴി പിന്തുടർന്ന് ഭഗവാന്റെ സാക്ഷാത്കാരം നേടുകയും ചെയ്യുമെന്ന് ഇവിടെ പറയുന്നു. അടുത്തത് പത്മപുരാണത്തിലാണ്. അടുത്ത പത്മപുരാണ ശ്ലോകമാണ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ? ഭഗവാൻ തന്നെ പറയാണ്, കലേ പ്രഥമ സന്ധ്യായാം ഗൗരംഗോദം മഹീതലേ ഭഗീരഥി തടേരമ്യേഹി ഭവിഷ്യാമി ശചീസുത. കലിയുഗത്തിന്റെ പ്രഥമസന്ധ്യയില് ഗൗരംഗം എന്നുള്ള നാമത്തോടു കൂടി ഭൂമി, മഹീതലേ, ഭൂമിയില് ഭഗീരഥി തടേ, ഭഗീരഥിൽ ഗംഗാതീരത്തില് ഭഗീരഥി തടേരമ്യ, അതിമനോഹരമായിട്ടുള്ള ഗംഗാതീരത്ത് ഭവിഷ്യാമി ശചീസുത, ഞാന് ഭവിഷ്യാമി എന്ന് വെച്ചാൽ ഞാൻ അവതരിക്കും, ഞാൻ വരും. ആരായിട്ട്? സചീദേവിയുടെ പുത്രനായിട്ട് വരുമെന്ന് പത്മപുരാണത്തിൽ പറയും. കലേ പ്രഥമ സന്ധ്യായാം ഗോരംഗോദം മഹീതലേ ഭഗീരഥി തടേരമ്യേ ഭവിഷ്യാമി ശചീസുത. അടുത്തത് നാരദ പുരാണം. ഭഗവാൻ തന്നെ അവിടെ പറയാണ്, അഹം ഏവ കലോ വിപ്രഹ നിത്യം പ്രച്ഛന്ന വിഗ്രഹ ഭഗവത് ഭക്തരൂപേണ ലോകാൻ രക്ഷാമി സർവദാ. എന്ന് പറയുന്നു. ഭഗവാൻ പറയണം, ഞാൻ കലിയുഗത്തില് ബ്രാഹ്മണ രൂപത്തിൽ വന്നിട്ട് എപ്പോഴും പ്രച്ഛന്നനായിരിക്കും. ഭഗവാനാണെന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും പ്രകടിപ്പിക്കില്ല. വളരെ വേഷപ്രച്ഛന്നനായിട്ട് ഇരുന്നിട്ട് സാധാരണ ഭക്തനായിട്ട് ഇരുന്ന് ഭഗവത് ഭക്തി, കൃഷ്ണഭക്തി ലോകത്തിന് എന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും എന്ന്, വിതരണം ചെയ്ത് ലോകത്തിന് ഈ സംസാര സാഗരത്തിൽ നിന്നും ലോകരെ രക്ഷിക്കാനായിട്ടുള്ള ലീല അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാണ്. ദിവിജ ഭവി ജയധ്വം ജയത്വം ഭക്തരൂപിണ കലോ സങ്കീർത്തനാരംഭേ ഭവിഷ്യാമി ശചീസുത. അപ്പം ചൈതന്യമഹാപ്രഭു വന്ന അവതാര ഉദ്ദേശം എന്തായിരുന്നു? കലിയുഗത്തില് ആൾക്കാരുടെ കൽകൽമഷങ്ങൾ മാറ്റാനുള്ള ദിവ്യ ഔഷധമായിട്ടുള്ള നാമസങ്കീർത്തനം, ഗോലോകത്തു നിന്നുള്ള സാക്ഷാൽ ധനമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഹരിനാമം ഇവിടെ പ്രചരിപ്പിക്കാനും നാമസങ്കീർത്തന പ്രസ്ഥാനം ആരംഭിക്കുവാനുമാണ് അദ്ദേഹം തിരുവവതാരം കൈക്കൊണ്ടത്. അടുത്തത്
ഭവിഷ്യപുരാണം. അവിടെയും ഭഗവാൻ പറയുന്നുണ്ട്, ആനന്ദാശ്രുകളരോ മഹർഷപൂർണം തപോധന സർവേ മമ ഏവ ദ്രാക്ഷന്തി കലോ സന്യസ്വരൂപിണം. ഭഗവാൻ പറയണ, ഞാൻ വളരെ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് കഠിനവ്രതങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതം, ആനന്ദാശ്രുക്കൾ നിറഞ്ഞ് കണ്ണ് ഭഗവാന്റെ ആ വിരഹം കൊണ്ടാണ്, ആ വിരഹവും ആ ഒരു ഭഗവാന്റെ പ്രേമമൊക്കെ കൊണ്ട് ആശ്രുക്കൾ നിറഞ്ഞ ഒരു കണ്ണിൽ കൂടെ എപ്പോഴും ഭഗവാന്റെ ധാരധാരയായിട്ടാണ് ഭഗവാന്റെ കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഈ മഹാഭാവത്തിന്റെ ലക്ഷണങ്ങളാണത്. തപോധനായിട്ട് അല്ലെ, ഭഗവാൻ ഒരുപാട് തപശ്ചര്യയോടുകൂടിയാണ് ഭഗവാൻ ജീവിച്ചത് ആ രൂപത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട്. മമൈവ ദ്രാക്ഷന്തി കലോ സന്യസ്വരൂപണം. അദ്ദേഹം എന്താണ്, രോമഹർഷണന് മുടിയൊക്കെ എഴുന്നേറ്റ് നിന്നല്ലേ രോമാഞ്ചം. ഭഗവാനെ കാണുന്ന ആ ഒരു ഭക്തിയുടെ ഉന്നത അവസ്ഥയിലുള്ള ഭാവങ്ങളാണ് രോമഹർഷണം, തൊണ്ടയിടറുക, കണ്ണീര് ഇങ്ങനെ പ്രവഹിക്കുക. ഇതൊക്കെ അവർ മഹാഭാവത്തോടുകൂടി ഭഗവാൻ, ആനന്ദാശ്രുക്കളോടുകൂടി ഭഗവാൻ ആ രോമഹർഷണം, രോമാഞ്ചത്തോടുകൂടി ഭഗവാൻ പൂർണ്ണമായ തപശ്ചര്യൽ അനുഷ്ഠിച്ച സന്യാസ രൂപത്തിൽ ഭഗവാൻ അവിടെ വരും എന്നാണ് അദ്ദേഹം അവിടെ ഭഗവാൻ തന്നെ പറയുന്നത്. അതും ശ്രീ ചൈതന്യ മഹാപ്രഭു പറ്റി പറയുന്നതാണ്. ഇനി വായുപുരാണം. വായുപുരാണത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയാണ്, പൗർണമാസ്യാം ഫാൽഗുണസ്യ ഫാൽഗുണീ ഋക്ഷയോഗതഃ ഭവിഷ്യേ ഗൗരരൂപേണ ശചീഗർഭേ പുരന്ദരാത് സ്വർണാദിതീരം ആസ്ഥായ നവദ്വീപേ ജനാശ്രയേ തത്ര ദ്വിജകുലം പ്രാപ്തോ ഭവിഷ്യാമി ജനാലയേ. അങ്ങനെ ഭഗവാൻ പറയുന്നത്, ഞാൻ ഒരു പൗർണമി ദിനത്തില് ഫാൽഗുണ മാസത്തില് ഫാൽഗുണി നക്ഷത്രത്തില് സുവർണവർണ്ണനായിട്ട് പുരന്ദരന്റെ പുത്രനായിട്ട് ജനിക്കും. ശശിയുടെ ഗർഭത്തില് പുരന്ദരന്റെ പുത്രൻ. പുരന്ദരൻ എന്ന ഒരു പേര് മഹാപ്രഭുവിന്റെ പിതാവായിട്ടുള്ള ജഗന്നാഥ മിശ്രയ്ക്ക് പുരന്ദരൻ പുരന്ദര മിശ്ര എന്നൊരു പേര് കൂടെ അതിനുണ്ട്. അപ്പൊ പലർക്കും ഒന്നിലധികം പേരൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ അറിയാലോ. അങ്ങനെ അതിന് 2 പേരുകൾ ഉണ്ടായിരുന്നു പറയുന്നു. അങ്ങനെ പൗർണമി തിഥിയിൽ നമുക്കറിയാം ഗൗരപൂർണിമയാണ് ആഘോഷിക്കുന്നത് അല്ലെ, ഫാൽഗുണ മാസത്തിൽ അല്ലെ. ഫാൽഗുണ മാസത്തില് ഫാൽഗുണി നക്ഷത്രത്തില് ഒരു പൗർണമി ദിനത്തിൽ അദ്ദേഹം സുവർണവർണ്ണത്തോടു കൂടി എവിടെ അവതരിക്കുന്നു? അദ്ദേഹം ചൈതന്യ മഹാപ്രഭു എവിടെയാണ് അവതരിക്കുന്നത്? എവിടെയാണ് ജനിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത് എവിടെയാണ്? മായപ്പൂരിൽ എവിടെയാണ്? വീടിനുള്ളിലാണോ, വീടിന് പുറത്താണോ? നവദ്വീപ ഒരു വേപ്പിന്റെ അതൊക്കെ. പക്ഷേ എവിടെയാണ് അദ്ദേഹം? വീടിനുള്ളിലാണോ, വീടിന് പുറത്താണോ, അതോ ഹോസ്പിറ്റലിലാണോ, എവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്? ഒരു വേപ്പിന്റെ ചുവട്ടില്. അതെ, അതുകൊണ്ടാണ് ഭഗവാന് നിമായി എന്നൊരു പേര്. ആ വേപ്പമരം ഇപ്പോഴും നമുക്ക് കാണാം, മായപ്പൂർ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഭഗവാൻ അവതരിച്ചു എന്ന് പറയാം. അവതരിക്കുന്നു ഭഗവാൻ തന്നെ സ്വയം പറയാണ്. ഇതും മത്സ്യപുരാണത്തില് ഭഗവാൻ തന്നെ പറയുന്ന വാക്കുകളാണ്. മുണ്ടോ ഗൗര സുദീർഘാംഗ ത്രിസ്ത്രോതസ്തിര സംഭവ ദയാലു കീർത്തനഗ്രാഹി ഭവിഷ്യാമി കലുയുഗേ. കലിയുഗത്തില് സുവർണവർണ്ണത്തോടുകൂടി ഞാൻ മുണ്ടനം അല്ലെ, മുണ്ടനം ചെയ്തത് മൊട്ടയടിച്ച അവസ്ഥയിൽ അല്ലെ, തല മൊട്ടയടിക്കുന്നതിന് മുണ്ടനം എന്നല്ലേ, മുണ്ടനം ചെയ്യാന്ന് പറഞ്ഞ. അപ്പൊ മുണ്ടനം ചെയ്ത ശിരസോടുകൂടി 3 നദികൾ സംഗമിക്കുന്ന ഒരു പോയിന്റ്, ഒരു സ്ഥലത്ത്. അതായത് ഗംഗയുടെ തന്നെ പല കൈവഴികളാണ് അവിടെ ചേരുന്ന സ്ഥലമാണ് നമ്മൾ ഈ പറയുന്നത്, നമ്മൾ ഭഗവാന്റെ ജന്മസ്ഥാനം. അദ്ദേഹം അവിടെ എന്താണ്, വളരെ കാരുണ്യത്തോടു കൂടി ഭഗവാന്റെ തിരുനാമങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് അവിടെ നടക്കുമെന്നാണ് ഭഗവാൻ സ്വയം അവിടെ പറയുന്നത്. മുണ്ടോ ഗൗര സുദീർഘാംഗോ, ഭഗവാന്റെ വളരെ നീണ്ടതാണ്. നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഭഗവാന്റെ ശാരീരിക സാമുദ്രിക ലക്ഷണം പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ. ഭഗവാൻ സുദീർഘാംഗം, ഭഗവാന്റെ കൈപ്പത്തിയൊക്കെ ഭഗവാന്റെ കാൽമുട്ടും കഴിഞ്ഞ് നീണ്ടു കിടക്കുന്ന അത്രയും നീളമുള്ള സുദീർഘമായിട്ടുള്ള ശരീരമാണ് ഭഗവാന്റെ. സുദീർഘാംഗോ, വളരെ നീണ്ട ശരീരത്തോടു കൂടി.
ശരീര അവയവങ്ങളോട് കൂടി എന്ന് പറയാനാണെങ്കിൽ. അങ്ങനെ അതൊരു പ്രമാണം. ഭഗവാൻ ഇതൊന്നും അപ്പൊ വെറുതെ പറയുന്നതല്ല, ഇസ്കോൻകാർ മാത്രം വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാണെന്ന് അവർ ആരാധിക്കുന്ന നമ്മുടെ ഭക്തന്മാര്, ഇസ്കോൺ ഡിവോട്ടീസ് ചൈതന്യ കൃഷ്ണനായിട്ട് ആരാധിക്കുന്നതിന് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളും തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് വെറുതെ അല്ല, ഇതൊന്നും ഊഹാപോഹങ്ങളല്ല എന്ന് പറയാം. ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ചൈതന്യ ചരിതാമൃതം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാൻ ലീലകൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. അടുത്ത സ്കന്ദപുരാണത്തിൽ പറയുന്നു, ഭഗവാൻ തന്നെ പറയാണ് അവിടെ വീണ്ടും, അന്ത കൃഷ്ണ ബഹിർഗൗര സംഗോപാംഗാസ്ത്ര പാർഷദ ശശീഗർഭേ സമാപ്നുയാം മായാകർമ്മ കൃത്. എന്താണ്? ഉള്ളില് കൃഷ്ണനായിട്ടും പുറമെ ആ ഒരു ഗൗരസുന്ദര രൂപം അല്ലെ. ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയുടെ അതേ ഭാവത്തില്, രൂപത്തിലും അല്ലെങ്കിൽ നിറത്തിലും അവതരിച്ചു. ശചീദേവിയുടെ ഗർഭത്തിൽ അവതരിച്ചു. പക്ഷെ ഇവിടെ പറയാം അവതരിക്കും എന്ന് പറയാം. ശചീഗർഭേ സമാപ്നുയാം മായാ മാനുഷികർ. അതായത് ഒരു മായാമാനുഷനായിട്ട് അദ്ദേഹം ഒരുപാട് ലീലകൾ കാണിച്ചു. പക്ഷെ എല്ലാവർക്കും അല്ല, അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന മഹാഭക്തന്മാർക്ക്, പരിശുദ്ധ ആത്മാക്കൾക്ക് മാത്രം അദ്ദേഹം ഈ ലീലകളൊക്കെ അവരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു എന്ന് പറയാണ്. അപ്പം ഇതൊക്കെ ഈ പ്രമാണങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയാൻ പറ്റൂ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാണോ. തെളിവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണം. നമ്മൾ വെറുതെ ഊഹാപോഹങ്ങളല്ല. അവര് കണ്ടുപിടിക്കട്ടെ പോയിട്ട് ശ്ലോകങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അല്ലെ. അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ ശാസ്ത്ര പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ പാടുള്ളൂ. വെറുതെ പറഞ്ഞ അതിനൊരു വില ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ശാസ്ത്ര പ്രമാണങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് നമുക്കും വേണം, പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതവും അദ്ദേഹത്തിന്റെ ലീലകളും ആ മധുരകരമായിട്ടുള്ള നമുക്ക് മധുരം കൂടും അല്ലെ. ഇനിയും മധുരം കൂടും. അപ്പൊ ഇന്നത്തേക്ക് ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ആർക്കെന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ലക്ഷ്മിപ്രിയ ദേവിദാസി കാണുന്നുണ്ട്. ആരാ? നമ്മളത് ലക്ഷ്മിപ്രിയ ദേവിയെ പറ്റിയാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ മാതാജി, കൃഷ്ണ പ്രഭു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. സമയമുണ്ട് നമുക്ക്. ഈ പറഞ്ഞ കേട്ടായിരുന്നോ? സ്ക്രീനിൽ കണ്ടായിരുന്നോ? കാണിച്ചെല്ലാം കണ്ടായിരുന്നോ എല്ലാവരും? ദയവായി എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. ഉണ്ടായിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ റിയലൈസേഷൻസ്, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. കുറച്ച് സമയം നമുക്കുണ്ട് ഇവിടെ, അതുകൊണ്ട് പറയാം. അതൊക്കെ ഒന്നും പറയാനില്ലേ? നവദ്വീപിൽ പോയപ്പോഴേക്കും കണ്ടു, അവയപ്പും മരവും എല്ലാം കണ്ടു. നമ്മൾ അവിടെയൊക്കെ പോയി ദർശനം എടുത്തു പ്രഭു. എറണാകുളത്തിലും വളരെ നന്നായി. നവദ്വീപിലും ഒക്കെ പോയിരുന്നു. അതൊരു വളരെ എന്നും ഭഗവാനോട് ഉണ്ട് ഇല്ലെന്നല്ല, ഭഗവാൻ എന്നും അവിടെ ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഭഗവാന്റെ ഓരോ ലീലകൾ നടന്ന സ്ഥലങ്ങളൊക്കെ എന്നും ഭഗവാനോട് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ എന്താ പറയാ, ഒരു പെർമനന്റ് അല്ല, ഭഗവാന്റെ ശാശ്വത ധാമങ്ങളിൽ ഒന്നാണ് അത് മായപ്പൂർ എന്ന് പറയുന്നത്. വൃന്ദാവനം എങ്ങനെയാണോ ഭൂലോകത്ത് വന്നത്, അതുപോലെ തന്നെ വൈകുണ്ഠ ലോകങ്ങളിലുള്ള ആ നവദ്വീപ് ഇവിടെ അവതരിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ പാർഷദന്മാരൊത്തും ഇവിടെ അവതരിക്കാനുണ്ട്. അവതാരത്തിന് മുമ്പായിട്ട് അവിടെ വരികയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഈ നവദ്വീപ് ധാമത്തിൽ നമുക്ക് മറ്റ് പുണ്യസ്ഥലങ്ങളും പുണ്യനദികളും ഒക്കെ കാണാൻ അത് അവിടെയും കാണാൻ പറ്റുന്നത്. അവിടെ എന്താ പറയാ, കുരുക്ഷേത്രമുണ്ട്, അവിടെ വൃന്ദാവനമുണ്ട്, ഗുപ്ത വൃന്ദാവനമുണ്ട്. അങ്ങനെ പല പല ധാമങ്ങൾ മഹാപ്രഭു അവതരിച്ചപ്പോൾ അവരെല്ലാവരും അവിടെ കാണാനായിട്ട് പല രൂപങ്ങളിൽ അവിടെ പ്രത്യക്ഷരായി, അവിടെ സാന്നിധ്യം വന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിൽ ഇതെല്ലാം ഉറയ്ക്കും പ്രഭു. പ്രഭുവിന്റെ ക്ലാസ് കേൾക്കുമ്പോഴേക്കും പോയ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും മനസ്സിൽ പോയ ഭക്തന്മാർക്ക് അതൊക്കെ ഒന്നുകൂടെ മനസ്സിലുറയ്ക്കുകയും പോവാത്ത ഭക്തന്മാർക്ക് പോകാനുള്ള ഒരു മാനസികമായിട്ട് ത്വര ഉണ്ടാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ആർക്കൊന്നും പറയാനില്ല എങ്കിൽ നമുക്കിവിടെ
ആത്മത്തേക്കും തൽക്കാലം ഇവിടെ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.